കാനനവാസനും കലിയുഗവരദനുമായ അയ്യപ്പനെ കാണാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കാടും മലയും കല്ലും മുള്ളുമൊക്കെ താണ്ടി വേണം നമ്മൾ നമ്മുടെ അന്നദാന പ്രഭുവിനെ കാണാനായിട്ട് ശബരിമലയിൽ എത്താൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കാട്ടുമൃഗങ്ങൾ ഒക്കെ ഇടയ്ക്ക് വരും. ഇവയൊക്കെ കണ്ടും താണ്ടിയും ഇവയൊക്കെ തന്നെ തരണം ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്ക് കാട്ടിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മൾ ഒരുപാട് കുരങ്ങുകളെ കാണും, പാമ്പുകളെ കാണും, പന്നികളെ കാണും, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെയും നമ്മൾ കാണാറുണ്ട്. ശബരിമലയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് കാടായതുകൊണ്ട് പലർക്കും അട്ടകടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള പുതിയ കണക്ക് പ്രകാരം ശബരിമലയിലെ ശബരിമല പരിസരത്ത് നിന്ന് ഇതുവരെ 65 പാമ്പുകളെ വനം വകുപ്പ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിടികൂടിയ പാമ്പുകളെയൊക്കെ ഉൾവനത്തിൽ വിട്ടിട്ടുണ്ട്. 16 ചേര, 11 അണലി, 8 കാട്ടുപാമ്പ് എന്നിവ ഉൾപ്പെടെയാണ് പിടികൂടിയിട്ടുള്ളത്. സന്നിധാനത്തിൻ്റെ പരിസരത്ത് നിന്ന് മാത്രം 65 പന്നികളെ പിടികൂടി ഉൾക്കാടുകളിൽ വിട്ടിട്ടുണ്ട്. പമ്പയിലെ അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ കൺട്രോൾ റൂമാണ് വനം വകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നത്. സന്നിധാനത്തിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പാമ്പ് വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. കാടാണ്, കാടിന് നടുവിലുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പാമ്പുകൾ ഈ ഭാഗത്ത് വരും. ഇവയൊക്കെ തന്നെ കൃത്യസമയത്ത് പിടികൂടി കാട്ടിൽ ഉപേക്ഷിക്കലാണ് വനപാലകരുടെ പണി. അവരത് ചെയ്യാറുണ്ട്. ഒരുപാട് പാമ്പുകളെ സന്നിധാനത്തെ പല ഭാഗത്തു നിന്നും കിട്ടാറുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്വാമി ശരണം, സ്വാമിയേ ശരണം അയ്യപ്പ.